3-ാം തീയതിയായി ബൈജു ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ബൈജൂസ് എന്ത് ചെയ്യാൻ പോവുകയാണ്, എവിടെ നിന്നൊക്കെയോ ഇക്വിറ്റിയൊക്കെ വെച്ച് ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഫണ്ടും ഫ്രോസൺ എന്ന് പറഞ്ഞാൽ ആ മാനേജ്മെൻറ്റിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷം. ഇനിയിപ്പോൾ ബൈജു പറയുന്ന പോലെ, ബൈജു രവീന്ദ്രൻ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനി നമുക്ക് പോകാം. ബൈജു എങ്ങനെ പൊട്ടി, എങ്ങനെ അവർ പാപ്പരായി, ഇനി തിരിച്ചു വരുമോ, നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ കമ്പനി പൊട്ടാൻ പോകുന്നുള്ള കാര്യം ഞാൻ 6 മാസം മുമ്പേ പറഞ്ഞു. മറ്റുള്ളവരൊക്കെ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പും പറഞ്ഞു. ചില ഫൈനാൻഷ്യൽ എക്സ്പേർട്സൊക്കെ അവരൊക്കെ 2017 തൊട്ട് പറയുന്നുണ്ടായിരുന്നു ഈ കമ്പനി പൊട്ടുമെന്ന്. ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുത്തില്ല. പിന്നെ മീഡിയ ഇഷ്ടംപോലെ പരസ്യം വരുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് എതിരായിട്ട് ന്യൂസ് ഇടണം, അവരും ഇട്ടില്ല. പിന്നെ ഈ കമ്പനി എങ്ങനെയാണ് പൊട്ടിയതെന്ന് ഒരു 2 സെൻറ്റൻസിൽ പറഞ്ഞു തീർക്കാം. കഴിഞ്ഞ 3 വർഷത്തെ ടേൺ ഓവർ, ആവറേജ് ടേൺ ഓവർ നോക്കിക്കഴിഞ്ഞാൽ 2500 തൊട്ട് 3500 കോടി ടേൺ ഓവർ. നമുക്കൊരു ആവറേജ് ആയിട്ട് അതിൻ്റെയൊക്കെ ഒരു ആവറേജ് ആയിട്ട് 3000 കോടി എടുക്കാം. വരുമാനം, ലാഭമല്ല, 3000 കോടി വരുമാനം ഒരു വർഷം ആവറേജ്. 2500 കോടി രൂപ ആവറേജ് ഒരു വർഷം പരസ്യത്തിന് വേണ്ടി, അഡ്വർടൈസ്മെന്റിന് വേണ്ടി. ആർക്ക്? ഷാരൂഖ് ഖാന് കൊടുക്കണം, അമിതാഭ് ബച്ചന് കൊടുക്കണം, മോഹൻലാലിന് കൊടുക്കണം, പിന്നെ എല്ലാ സ്റ്റേറ്റുകളിലെയും സിനിമാ സ്റ്റാറുകൾക്കൊക്കെ കൊടുക്കണം. പിന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കണം, ക്രിക്കറ്റ് സ്പോൺസറിങ്, ഫുട്ബോൾ സ്പോൺസറിങ്, മെസ്സി, പിന്നെ പത്രത്തിലെ പരസ്യം, പിന്നെ ക്യാമ്പയിൻസ്, ഓരോ സ്കൂളിലൊക്കെ പോയിട്ട് ക്യാമ്പ് നടത്തുക. ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം 2500 കോടി രൂപയാണ് ഒരു വർഷം ചെലവാക്കിക്കൊണ്ടിരുന്നത്. ഇൻകം എത്രയാ? 3000 കോടി, അല്ലെ അറ്റ് ദ മാക്സിമം 3500 കോടി. 3000 കോടി കിട്ടുന്നതിന് അന്ന് 2500 കോടി പരസ്യത്തിന് വേണ്ടി. പിന്നെ ശമ്പളം എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഈ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാർക്ക് ശമ്പളം കൊടുക്കണം, ട്യൂഷൻ പഠിപ്പിക്കുന്ന സാർമാർക്ക് ശമ്പളം കൊടുക്കണം, പിന്നെ വാടക കൊടുക്കണം. ബാംഗ്ലൂർ ഒരു കോർപ്പറേറ്റ് ഓഫീസിന്റെ റെന്റ് 4 കോടി രൂപ. പിന്നെ 70ഓളം ഓഫീസുകളുണ്ട്. 10 ലക്ഷത്തിന് മുകളിൽ ഒരു മാസം റെന്റ് കൊടുക്കും. പിന്നെ 2 ലക്ഷത്തിന് മുകളിൽ മാസം റെന്റ് കൊടുക്കുന്ന ഏകദേശം 1000ഓളം സെന്ററുണ്ട്. ഏകദേശം 150 കോടിയോളം വാടകയായിട്ട് ശമ്പളമായിട്ടും പോവുകയാണ്. ഈ 150 കോടിയെ 12 മാസം കൊണ്ട് ഒന്ന് കുടിച്ച് 1800 കോടിയോളം ശമ്പളം അക്കൗണ്ടിൽ പോയി. ഇപ്പം മുമ്പേ പറഞ്ഞ 2500 കോടി പരസ്യത്തിന്, 1800 കോടി ശമ്പളവും വാടകയെല്ലാം കൂടെ എത്രയായി? 4300 കോടി. ഇനി നമുക്കൊന്നും അറിയാൻ മേലാത്ത, പറഞ്ഞ് വിവരിക്കാൻ മേലാത്ത കുറേ വേറെ ചിലവുകൾ. ഇതുകൊണ്ടൊക്കെയാണ് ഈ കമ്പനി 3500 കോടി നഷ്ടം, അല്ലെങ്കിൽ 4000 കോടി നഷ്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ വായിച്ചത്. ഈ കമ്പനി ലാഭത്തിലാകുവാൻ എപ്പോൾ കമ്പനിയുടെ CEO അല്ലെങ്കിൽ കമ്പനിയുടെ മെയിൻ പ്രൊമോട്ടറായിട്ടുള്ള ബൈജു രവീന്ദ്രൻ അന്ന് പറഞ്ഞ പോലെ, തുടങ്ങിയ കാലത്ത് പറഞ്ഞ പോലെ, ഒരു വർഷം 10000 കോടി ഈ പറഞ്ഞ 4500 5000 കോടി ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി 5000 കോടി പ്രോഫിറ്റ് ആയിട്ട് കിടക്കും. ഇതായിരുന്നു അയാളുടെ സ്പെക്കുലേഷൻ. പുള്ളി നന്നായിട്ട് മാർക്കറ്റിംഗ് ഒക്കെ നടത്തി ഇത് ലോകം മുഴുവൻ എത്തിച്ചു. മൈക്രോസോഫ്റ്റിൽ നിന്നും, വാറൻ ബഫറ്റിൽ നിന്നും, കമ്പനിയിൽ നിന്നും, മാർക്ക് സുക്കൻബർഗ് ഫേസ്ബുക്കിന്റെ ഓണർ, അവിടെ നിന്നൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വന്നു. ഇവരെല്ലാവരും കൊണ്ടുവന്ന് കാശ് കമത്തി. പുള്ളി ഉദ്ദേശിച്ച പോലെയൊക്കെ ഒത്തിരി ഫണ്ടൊക്കെ വന്നു. പക്ഷേ ഈ 10000 കോടി ടേൺ ഓവർ അവിടെ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്ന 3000 കോടി ടേൺ ഓവറാണ്. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ ഈ സ്പെക്കുലേഷനിലെ, ഈ മാർക്കറ്റിങ്ങിലാണ് ഇൻവെസ്റ്റേഴ്സ് വീണുപോയി. എല്ലാവരുടെയും കാശ് പോയി, മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു. ഇല്ല ബില്യൺ 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 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പൊതുവെ ഇന്ത്യക്കാർക്ക് അത് പെട്ടെന്ന് കണക്കൂട്ടത്തില്ല. അതുകൊണ്ട് ഇവർ ഈ ബില്യണിൽ പറയുന്നത്. ഒരു 5000 കോടി എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് കയറിയിട്ട് 1 ബില്യൺ 2 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ഭയങ്കര സാധനമായിട്ട് നമ്മൾ കൂട്ടും. അങ്ങനെ ഈ ബില്യനൊക്കെ താഴെ ഇറങ്ങി വന്നു. ഞാൻ അന്ന് പറഞ്ഞു 6 മാസം മുമ്പ്, ഇതൊരു മുങ്ങുന്ന കപ്പലാണ്, ഇതിനകത്ത് രക്ഷപ്പെടേണ്ടവർ രക്ഷപ്പെട്ടോളുക. ഇപ്പൊ ഇന്ന് ഞാൻ പറയുന്നു, ഈ കപ്പൽ മുങ്ങി. ഇപ്പൊ അതിന്റെ ആ കൊടിമരം മാത്രമേ കാണാൻ പറ്റും. ഇപ്പോഴും ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ കമ്പനി രക്ഷപ്പെടുമെന്ന്? ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്ട്രാറ്റജി എന്താ? അവർ പറയുന്നത് ബൈജു രവീന്ദ്രൻ എന്ന CEO സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം, താഴെ ഇറങ്ങണം, റിസൈൻ ചെയ്യണം. എന്നിട്ട് അവർ പുതിയ CEOയെ വെക്കും. അതായത് ഈ വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും ഡയറക്ടർമാരെയും ഒക്കെ മാറ്റി തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയിൽ 5 പൈസ വരുന്നില്ല. ഇനിയിപ്പോൾ ബൈജു രവീന്ദ്രനെ തന്നെ മാറ്റുവാണ്. ഇതിനകത്ത് വേറൊരു കളിയും കൂടി, കോർപ്പറേറ്റ് കളിയാണ്. ബൈജു രവീന്ദ്രനാണല്ലോ പ്രൊമോട്ടർ. അയാൾക്ക് 26% ഷെയർ ഉണ്ടായിരുന്നു. അത് തന്നെ ബാങ്കിൽ കൊണ്ടുവച്ച് പണയം വെച്ചിട്ട് പുള്ളി കാശ് മേടിച്ചിട്ടൊക്കെ ഇപ്പം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ആ ഷെയറിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ബൈജു രവീന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു നല്ല ടൈയോ കെട്ടി കോട്ടോ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരുത്തിനെ കൊണ്ടുവന്ന് ജോലിയൊക്കെ വെക്കും. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MBA ഒക്കെ എടുത്താന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരുത്തിനെ അവിടെ കൊണ്ട് വെക്കും. അവൻ്റെയും പണി എന്തുവാ? ഈ കാശ് കൊണ്ടുവന്നാലേ ഈ പ്രശ്നം തീർക്കാൻ പറ്റുള്ളൂ. കണ്ടപോലും കടായി എത്രയാണെന്ന് അവർ പോലും പറയുന്നില്ല. ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ ഈ ബൈജു രവീന്ദ്രനെ എന്തിനാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറയുന്നത്? ഞാൻ പറയുന്നു, ഇത് ഇയാളെ രക്ഷിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇയാൾ മേജർ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് ഇയാളെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു, മാറി നിൽക്കുന്നു, പുതിയ CEO വരുന്നു. അയാളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് 1.5 വർഷം തട്ടിമുട്ടി മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും. എന്നിട്ട് കമ്പനി ബാങ്ക്രപ്റ്റാന്ന് പറയും, എല്ലാം പോയെന്ന് പറയും, എല്ലാവരും പിരിഞ്ഞു പൊക്കോളാൻ പറയും. അസറ്റായിട്ട് തന്നെ കുറെ ഓഫീസ് ഫർണിച്ചർ കൊണ്ട്, കുറച്ച് കമ്പ്യൂട്ടർ, വിദേശത്ത് നിന്ന് വന്ന് ഇൻവെസ്റ്റ് ചെയ്തവന്മാരുടെയൊക്കെ കുറെ ഡോളർ പോകും. ഇവിടുത്തെ കുറച്ച് പേരൻസിന്റെ, കുറച്ചെന്ന് പറയാനുണ്ടല്ലോ, 10-20 ലക്ഷം പേരൻസാണ്. എല്ലാവർക്കും 1 ലക്ഷം രൂപയിലേക്ക് താഴെ പോയതുകൊണ്ട് ആരും വലിയ ബഹളത്തിനൊന്നും പോകത്തില്ല. ഇതൊക്കെ അങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോവും.
അല്ലാതെ ഇപ്പോൾ അയാൾ മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ കമ്പനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. പിന്നെ അമേരിക്ക നടക്കുന്ന കേസ് അത് അവർ പിടിച്ചോളും. ഇവിടെ ഈ വ്യക്തിക്ക് ഇനിയും രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട്. എന്തായാലും കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് നമ്മളെ എല്ലാവരെയും ശരിക്കും സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ ഒരു പേരുമൊക്കെ വെച്ച് മലയാളി എന്നൊക്കെ പറഞ്ഞ് നല്ല സ്പീഡിലുള്ള ഡയലോഗ് ഒക്കെ അടിച്ച് ആശാൻ നമ്മളെ പറ്റിച്ചു. പുതിയ നമ്പറുകൾ ഇറങ്ങിയിട്ടുണ്ട്. 3500 കോടി ഞങ്ങൾ കളക്ട് ചെയ്യാം. ഈക്വിറ്റീസ് ഓൾറെഡി അതിൻ്റെ 99% സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ കാശ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊക്കെ തീരും. മുമ്പോട്ട് എല്ലാവർക്കും പേയ്മെന്റ് ഒക്കെ കൊടുത്ത് കമ്പനി മുമ്പോട്ട് പോകുന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പം തന്നെ കടമൊക്കെ വേണ്ട 5000-6000 കോടിയൊക്കെ ആയി മൊത്തത്തിൽ. അതിനകത്ത് ഇപ്പം 3500 കോടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കടം തീർക്കും. പകുതി പേർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. കുറേശ്ശെ പൈസ അവർക്ക് അവിടെ ഇവിടെയൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കട ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇത് കട എടുക്കുന്ന കാശല്ലേ, അല്ലെങ്കിൽ ഇക്വിറ്റി വഴി കിട്ടിയ കാശല്ലേ. അപ്പോൾ കുറേ പേരുടെ കാശ് കൂടെ പോകും. ഈ ഇക്വിറ്റി എന്ന് പറഞ്ഞ് മേടിച്ചു വെക്കുന്ന മണ്ടന്മാരെ ദയവായിട്ട് ഈ പരിപാടിക്ക് പോയില്ല. നിങ്ങളുടെ കാശ് പോകും. ലോൺ എടുത്ത കാശ് തിരിച്ചടങ്ങാൻ ഇല്ലാതിരിക്കുകയാണ്. പിന്നെ ആരെങ്കിലും ഇനി ഈ പറഞ്ഞ മുങ്ങുന്ന കപ്പലിനകത്തുകൊണ്ട് ആരെങ്കിലും വന്ന് കയറുമോ? ഇനി ഏതെങ്കിലും പേരൻസ് ഇവിടെ കൊണ്ട് ഫീസ് അടയ്ക്കൂ? ഇവർ എവിടേക്ക് എന്തൊക്കെ ക്യാമ്പ് നടത്തിയാലും ആരെങ്കിലും ബൈജൂസോട് ചേർന്നോളാൻ പറയുമോ? സ്കൂളുകാർ പോലും ഇനി സമ്മതിക്കത്തില്ല. ഈ പരിപാടിക്ക് ഞങ്ങൾ ഇരുന്നല്ലേ അവർ പറയുള്ളൂ. പിന്നെ എവിടെ നിന്ന് ഇൻകം ഉണ്ടാക്കുവര്? ഇൻകം ഉണ്ടാക്കിയാലല്ലേ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3500 കോടി റേസ് ചെയ്തുകൊണ്ട് വരുമെന്ന് പറയുന്നതും ഒരു വലിയ കളവാണ്. 2021 അവർ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് ഈ വരുന്ന റണ്ണിങ് ഫൈനാൻഷ്യൽ ഇയറിൽ 10,000 കോടിയോളം ടേൺ ഓവർ ഉണ്ടാവും എന്നൊക്കെ. എന്നിട്ട് 2 വർഷം മിണ്ടാതിരുന്നു. ഫൈനാൻഷ്യൽ റിസൾട്ട്സ് ഒന്നും പുറത്തു വിട്ടില്ല. എന്നിട്ട് അവസാനം വന്ന് പറയാ ഞങ്ങൾക്ക് 4,000 കോടി ടേൺ ഓവർ ഉള്ളൂ. അതൊരു വലിയ കള്ളമായിരുന്നു. ഒരു കള്ളം പറഞ്ഞ് 3 വർഷം ഒരു കമ്പനിയെ വലിച്ചു മുമ്പോട്ട് കൊണ്ടുപോയി. ഇപ്പം ആ 10,000 കോടിയുടെ കാര്യമൊന്നും മിണ്ടുന്നില്ല. എന്നാൽ ആ 10,000 കോടി പറഞ്ഞ പോലത്തെ ഒരു ഗുണ്ടാണ് ഇപ്പം പറയുന്നത് ഈ 3500 കോടി ഇക്വിറ്റി നടക്കാൻ പോകുന്ന കാര്യമല്ല, പറ്റീരാണ്. ഇപ്പം ഈ കമ്പനിയിലെ ജോലിക്കാരുണ്ടല്ലോ, ബ്രാഞ്ച് മാനേജർ, റീജിയണൽ മാനേജർ, സ്റ്റേറ്റ് ഹെഡ്സ്, ഇങ്ങനെയുള്ളവന്മാർ, ഇവരാരും പ്രത്യേകിച്ച് യാതൊരു പണിയും ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് പഠിപ്പിക്കുന്ന സ്റ്റാഫിനെ ഫേസ് ചെയ്യാൻ പേടിയാണ്. എല്ലാവരും ഒരു ഫ്രണ്ട്ലി വേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പൊക്കെ പറഞ്ഞ് വാട്സപ്പിനകത്തൂടെ മെസ്സേജും ഒക്കെ ഫോർവേഡ് ചെയ്ത് അവർ ഓഫീസിൽ നിന്ന് സമയം കളയുക. എങ്ങനെയല്ല അടുത്ത ജോലി കിട്ടുന്ന വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശമ്പളം കിട്ടും. അതല്ലാതെ ഇവന്മാർ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്ന എന്താണെന്ന് കൂടെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. പേരൻസിന് മനസ്സിലാവും അവരുടെ കാശ് പോയി, അവരുടെ മെയിലിന് റിപ്ലൈ കിട്ടത്തില്ല, കോളൊന്നും അവരെ അറ്റൻഡ് ചെയ്യാൻ കാണത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോ ഒരാൾ പോയി ഏതോ ഒരു TV ഒക്കെ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നത് കേട്ടു. ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവും. പക്ഷേ ഈ പേരൻസ് ചെല്ലുന്നതിന് മുമ്പേ അവിടുത്തെ സപ്ലയേഴ്സ് ഉണ്ടല്ലോ, ഇവർക്കൊക്കെ കോടിക്കണക്കിന് കാശ് കിട്ടാനുണ്ട്, ലക്ഷങ്ങളും കോടികളും കിട്ടാനുണ്ട്. ആരൊക്കെയാ? ഈ ഓരോ സെന്ററുകളിലും ക്യാൻറ്റീൻ നടത്തുന്നവർ, അവിടെ സ്റ്റേഷനറി സപ്ലൈ ചെയ്യുന്നവർ, അവിടെ കൺസ്യൂമബിൾസ് സപ്ലൈ ചെയ്യുന്നവർ, കമ്പ്യൂട്ടറിന്റെ സർവീസ്, ഹാർഡ്വെയർ സർവീസും ഒക്കെ കൊടുക്കുന്നവർ, ഇവരെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയുണ്ട് ഒരുപാട് പേര്. ഇവർക്കെല്ലാം കൂടെ തന്നെയാണ് ഈ 1000 കോടിക്ക് മുകളിലാണ് കൊടുക്കാനുള്ളത്. ഇവരുടെ ആരും കാശൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവരിൽ പലർക്കും കേസൊന്നും നടത്തി കാശ് മേടിക്കാനും അറിയത്തുമില്ല. അവർ ഇവരെ അടുത്ത പണിക്ക് പോകും. പോയി. ഞാൻ ഒരു ചെറിയ സംഭവം ഓർക്കുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ കമ്പനിയിൽ ഒരാൾ വന്നായിരുന്നു ഒരു 20 വർഷം മുമ്പ്. അയാൾ പറഞ്ഞു, എനിക്ക് സത്യം കമ്പ്യൂട്ടർ 35 ലക്ഷം രൂപ തരാനുണ്ട്. സത്യം കമ്പ്യൂട്ടർ, വളരെ മറന്നുപോയ പേരാണ്. രാമലിംഗ രാജുവിൻ്റെ ഹൈദരാബാദ് ബേസ്ഡ് കമ്പനി. ആ സമയത്ത് ഇന്ത്യയിലെ നമ്പർ 3 കമ്പനിയായിരുന്നു സത്യം കമ്പ്യൂട്ടർ. ഞാൻ ചിലപ്പോഴൊക്കെ നമ്പർ 4 ആയിരുന്നു. ആ കമ്പനിയിൽ വെൽക്കം കിറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ജോലി. എന്ന് പറഞ്ഞാൽ ഒരു PU ലെതറിൻ്റെ ഒരു ബാഗ്, അതിനകത്തൊരു ഡയറി, പിന്നെ ഒരു തൊപ്പി, ഒരു ടീഷർട്ട്, 2 പേന, ഇത്തരം സാധനങ്ങൾ ഒരു കിറ്റാക്കി ഒരു ബോക്സിനകത്താക്കി കൊണ്ട് കൊടുക്കുക. ആർക്കൊക്കെ പുതുതായിട്ട് വരുന്ന എല്ലാ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനും ഇതൊരെണ്ണം കൊടുക്കുക. ഈ കിറ്റിൻ്റെ വില അന്നത്തെ 1800 രൂപയായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഓരോ മാസം കിട്ടുന്ന ഓർഡർ 1500 കിറ്റ് കൊടുക്കുക, 2000 കിറ്റ് കൊടുക്കുക. ഇയാൾ കിറ്റ് കൊടുത്തോണ്ടായിരുന്നു. ഒരു ദിവസം സത്യം കമ്പ്യൂട്ടർ പൊട്ടി 35 ലക്ഷം രൂപ കിട്ടാനുണ്ട്. എവിടുന്ന് വരാനായിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ ബൈജൂസിലും ഇതുപോലെ ഒത്തിരി കിറ്റ് കക്ഷികളൊക്കെ കാണും. സപ്ലൈ ചെയ്തവന്മാരൊക്കെ ഗോവിന്ദ വരയ്ക്കേണ്ടി വരും. കുറെ കേസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇപ്പോഴത്തെ വാർത്ത എന്താണ്? ബൈജു ഇന്ത്യയിലുണ്ടോ? അറിയില്ല. ദുബായിലാണോ? അറിയത്തില്ല. ഇന്ത്യക്ക് പുറത്താണോ? അറിയത്തില്ല. ഇതൊക്കെ അറിയാം, എന്നാലും തിരിച്ചും മറിച്ചൊക്കെയുള്ള കളികളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ചിലരൊക്കെ ഉണ്ടല്ലോ, ഇവരെ ഈ ബൈജു എന്ന് പറയുന്ന ആളെ പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിയമപരമായിട്ട് പിടിക്കാൻ പറ്റുന്ന ആൾക്കാർ പോലും ഇവർക്കൊരു ചാൻസ് ഉണ്ട്, ഇവർ കാശുണ്ടാക്കാനാണ് നോക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ബ്രൈബായിട്ടൊക്കെ. അല്ലാതെ ഇവന്മാരും പിടിക്കത്തുമില്ല പെട്ടെന്ന് കയറി. കുറെ കൂടെയൊക്കെ ഇതങ്ങ് വലിച്ചു നീട്ടും. ഇനി എനിക്ക് ബൈജുവിനെ കുറിച്ചൊരു വീഡിയോ ഇടാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഓൾറെഡി ഈ എൻ്റെ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഇത് മുങ്ങും. പിന്നെ എന്തോന്ന് വീഡിയോ